ആദ്യമേ തന്നെ ഈ ഒരു കുറുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാത്രം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടച്ചു വെക്കാൻ ഒരു അടപ്പ് ബൗൾ വാങ്ങി കുറുക്കൊക്കെ തണുക്കാൻ വെക്കാനും ഇതിൽ തന്നെ സ്പൂണിൽ കോരി കൊടുക്കാനൊക്കെയാണ് ഞാൻ വാങ്ങിയത്. ചെറിയ 2 സ്പൂൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റീലിന്റെ. ഈ ഒരു വലിയ സ്പൂൺ വാങ്ങി കുറുക്കൊക്കെ ഇളക്കാനായിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മുടെ കയ്യിൽ അങ്ങനെ ചൂടടിക്കൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ഇളക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഈ വിസ്കർ വാങ്ങി. ഇതാകുമ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. നല്ല സ്മൂത്ത് ആയിട്ട് ഇളക്കാനും പറ്റും. സ്പൂണിലാകുമ്പോൾ കുറച്ചൊന്ന് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു. കുറച്ച് ഗ്ലാസ് ജാറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിന്റെ കുറുക്കിന്റെ പൊടികളെല്ലാം ഇട്ട് വെക്കാനായിട്ട്. എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ സാധനം ഈ ഫീഡറാണ്. ഇത് നമുക്ക് അളവനുസരിച്ചൊക്കെ കുഞ്ഞിന് കൊടുക്കാൻ എത്ര ml വേണമെന്നനുസരിച്ചൊക്കെ തുടക്കത്തിലൊക്കെ കുറച്ച് മാത്രം മതിയായിരുന്നു. അപ്പോൾ നമുക്ക് അളവ് എത്ര വേണമെന്നനുസരിച്ച് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓരോ സ്പൂണും നമ്മൾ പ്രസ് ചെയ്തിട്ട് ഒരു സ്പൂൺ അളവ് നമുക്ക് ഇതിൽ കിട്ടും. കുഞ്ഞിന്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഈ ലിക്വിഡ് വെച്ചിട്ടാണ് കേട്ടോ വാഷ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ വാങ്ങി വെച്ചാണ് ടോയ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴുകാൻ വേണ്ടിയിട്ട്. ഇപ്പം പാത്രങ്ങൾ ഞാൻ ഇത് വെച്ച് തന്നെയാണ് കഴുകുന്നത്. പാത്രങ്ങൾ മാത്രം കഴുകാൻ വേണ്ടി ഞാൻ ഒരു സ്ക്രബ്ബറും അതുപോലെ അടച്ചു വെക്കാൻ വേണ്ടി ഒരു ഡപ്പയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന്റെ സോൾസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തിട്ട് ഞാൻ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് കോക്രോച്ച് അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല, സേഫ് ആയിട്ടിരിക്കും. ബേസിക് സാധനങ്ങളാണ് ഞാൻ 6 മന്ത്സിൽ യാമിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് നോർമൽ കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം. 7 മന്ത് ഒക്കെ ആയപ്പോഴാണ് ഫ്രൂട്ട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ അപ്പോഴാണ് വാങ്ങിയത്. പാർട്ട് 2 വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം.